എന്റെ കാളകാട് മണ്ഡപം മുമ്പ് എന്റെ കാളനാട്ടിൽ എത്ര മന്ത്രവാദി മാടത്തിങ്കൽ ഹോമോദിയും ഈടേ മാടത്തിങ്കൽ കാൽ വഴിയാട്ടും കൊണ്ട് പിടിച്ചു പോരുന്ന കാലത്ത് ഇങ്ങോട്ട് കൈയെടുത്താന്റെ പഴക്കപ്പെട്ട കാളനാട്ടിലെ മന്ത്രവാദി അന്നിരിക്കൂർ നഗരം മധ്യേ വന്ന് കൈയെടുത്തു. ഒരവസ്ഥ വിശേഷിച്ചു. ഇതിനൊക്കെ മറുപടിയും മറുവാക്കുകളും ചൊല്ലാൻ മന്ത്രമൂർത്തി ദേവന്മാരില്ലേ? ഇരിക്കൂർ നഗരത്തെ കൊണ്ട് എന്റെ കാളനാട്ടിലെ മന്ത്രവാദീരതായിരിപ്പോർന്ന് വന്ന് ദണ്ഡ നമസ്കാരത്തെ ചെയ്യിപ്പിച്ചു. എന്റെ കാളനാട്ടിലെ മന്ത്രവാദിയുടെ അവസ്ഥ വിശേഷിച്ചു. വിശ്വസിപ്പാൻ നല്ലത് മന്ത്രമൂർത്തി ദേവന്മാരല്ലേ? ഉച്ചഭ്രാന്തണ്ടായി. ആയുധപ്രകാരത്തിങ്കിൽ കണ്ണുമുടത്തൊരു പിരിയം വേണം എന്നത് കൊണ്ട് കരുതി നേരെ കിഴക്കോട്ട് തിരിഞ്ഞു നോക്കുന്ന കാലത്ത് കുറുവേല് ഭഗവതി പടിശരി ഗണപതിയാരും മാതൃശാസ്താവും അങ്ങനെ ഇരിക്കുന്ന ഉൽപ്പത്തിക്കകത്ത് എന്റെ ടോലിലെ മന്ത്രവാദിരുതായി ഇപ്പോൾ മന്ത്രശാല കെട്ടിനകത്ത് ഇന്നത്തെ ദിവസം ഉച്ചഭ്രാന്തൻ മുഖം വളർന്ന് കൂടി കണ്ടല്ലോ. മന്ത്രവാദി കാണാനും പോകുന്നില്ല ഉച്ചഭ്രാന്തൻ അല്ലേ? എങ്കിലോ ഉച്ചഭ്രാന്തൻ ഭ്രാന്തൻ കളിയാണ്. ഭ്രാന്തൻ കളിക്ക് ഞാൻ കാക്കാ പെണ്ണായിട്ട് നിന്നിട്ട് കളിക്കുന്ന അനുഭവം അല്ലേ മന്ത്രവാദി? മന്ത്രമൂർത്തി ദേവന്മാര് അങ്ങനെ ഇരിക്കുന്ന തട്ടുതലയും സമ്പ്രദായവും കോവിലും ഗുരുസ്ഥാനും ഒക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ധരിക്കുന്നതായ ആ ഭ്രാന്തൻ വെച്ചിടക്ക് ഇന്നേവർക്കും പുറമണി മന്ത്രവാദി എന്റെ മന്ത്രവാദി ചന്ദ്രവട്ടം കൊണ്ട് നടക്കുന്ന കാലത്ത് അപ്രകാരമോ മനസ്സിനകത്ത് എന്നെ പ്രവേശിച്ചു. നീ അപ്രകാരം നിങ്ങളെ മനസ്സിന്റെ പ്രകാരം എടുക്കുന്നതൊക്കെ പുഷ്പമായിട്ടും ജപിക്കുന്നതൊക്കെ അന്നമായിട്ടും എന്റെ മന്ത്രശാലപ്പെട്ട ആധാരമായിട്ട് ഒഴിക്കുന്നതില്ലേ മന്ത്രവാദിയേ?